ഇന്ന് നമുക്കൊരു കുഞ്ഞ് സ്റ്റഡി വ്ളോഗ് കണ്ടാലോ? അങ്ങനത്തെ രാവിലെ തന്നെ ഇത് പഠിക്കാനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേനയാട്ടോ അത്. ഇങ്ങനത്തെ കട്ടമഷി പേനകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതാനായിട്ട്. പിന്നെ ഒരു റെഡിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നത് കേട്ടോ. അങ്ങനത്തെ ഈ വെള്ളപ്പമായിരുന്നു ഇന്ന് രാവിലെ. വെള്ളപ്പത്തിൻ്റെ കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി ഞാൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നത്. അങ്ങനെ വെള്ളപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ പോകാമെന്ന് വിചാരിച്ചതായിരിക്കും. കാരണം CSEBയുടെ എക്സാമൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ അതാണല്ലോ നല്ലത്. നമ്മളെല്ലാം കൂടി ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയാം. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ നല്ല സൂര്യൻ്റെ വെളിച്ചമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് A4 ഷീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറകിലാണ് അതിൻ്റെ എഴുതി പഠിക്കുന്നത്. നമ്മൾ എഴുതിയ ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ ഞാൻ അതുപോലെ സ്റ്റാപ്ലർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിയൊക്കെ പഠിച്ച് കളിക്കാൻ നല്ലതാണല്ലോ. എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി വെറുതെ എഴുതും. അതിന് ശേഷം അത് എടുത്ത് വയ്ക്കില്ല കേട്ടോ. ഞാൻ അതിങ്ങനെ കളയും. എഴുതി പഠിച്ച സാധനങ്ങൾ കളയും. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ നല്ല പേപ്പറിൽ എഴുതി വയ്ക്കും. അപ്പോൾ അതെൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സൊക്കെ ഞാൻ അതുപോലെ കളക്ട് ചെയ്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതി പഠിക്കാനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ലോയൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് അഫയേഴ്സും കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ എക്സാമും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. 3 എക്സാമായിട്ടാട്ടോ ജൂനിയർ ക്ലർക്കിൻ്റെ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ ക്ലർക്കിൻ്റെ എക്സാമിനാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എക്സാമിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പഠിച്ചൊക്കെയാണ്. ഇനി ഇതെങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് വരാമെന്നുള്ളൊരു പിടിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ പേപ്പേഴ്സൊക്കെ കറക്റ്റായി തന്നെ പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സ് മാത്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ കുറേശ്ശെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ബുക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിച്ച് എനിക്കൊരു ശീലമില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ് കേട്ടോ. പക്ഷേ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കൽ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒരു 6 മണി അല്ലെങ്കിൽ 5:30 സമയത്തൊക്കെ ഒന്ന് എഴുന്നേറ്റ് പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫീൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല നിശബ്ദമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് നല്ലതായിരിക്കാം. അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇപ്പം നോട്ട്സൊക്കെ ഒന്ന് എഴുതി വയ്ക്കായിരുന്നു കേട്ടോ. മിക്ക പോയിൻറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് എഴുതിയെടുത്താൽ മതിയല്ലോ. പിന്നെ ഉച്ചക്കേൽക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ അതിൻ്റെ ഇടയിൽ പോകണം. പിന്നെ ഒന്ന് അടിച്ചു വാരാനും അതുപോലെ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കിയും കൂടെ പഠിക്കാനായിട്ട്. അങ്ങനത്തെ കുറച്ചൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കൈയൊക്കെ കഴിച്ചു തുടങ്ങി. എൻ്റെ കുറേ നാളായി ഇപ്പോൾ എഴുതിയൊക്കെ പഠിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അമ്മ പപ്പക്കായ ചെത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. നമ്മൾ അത്യാവശ്യം മൂത്ത് നോക്കി പൊട്ടിച്ച് വെച്ചതാണ്. പക്ഷേ അതിന് കുറച്ച് മൂപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കേണ്ടി വന്നു കേട്ടോ. ഞങ്ങളെല്ലാം അത്യാവശ്യം പഴുത്തിട്ടാണ് നമ്മൾ പൊട്ടിക്കൽ. പിന്നെ കിളികളൊക്കെ വന്ന് കൊത്തുന്ന ഒരു ഇത് കാരണം കേട്ടോ നമുക്കിപ്പോൾ പൊട്ടിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പിന്നെ കറികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെള്ള നോക്കി പൊട്ടിച്ച് വെക്കും. ഇതുപോലെ താഴെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി വെക്കാം. ഇത് കുറച്ച് ഹൈറ്റിൽ ഇപ്പോൾ പോയി താഴെന്ന്. അപ്പോൾ അതാണ് നമുക്ക് കൈ എത്തിച്ച് കിറ്റൊന്നിട്ട് കെട്ടി വയ്ക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് നേരം ഹാളിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വലിയ ബുക്കൊക്കെ എടുത്ത് കുറച്ച് പഠിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കറണ്ട് അഫയേഴ്സിലാണ് എൻ്റെ മിക്ക മാർക്കും പോകുന്നത്. അപ്പോൾ അത് കാരണം അതൊന്ന് ഇപ്രാവശ്യം നല്ല രീതിയിൽ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നതെല്ലാം വരെ അതൊരു വലിയൊരു സംഭവമാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാമെന്ന് വെച്ചാൽ ഒരു 10 ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. പക്ഷേ 10 മാർക്കാണ് നമ്മുടെ നഷ്ടപ്പെടാം കേട്ടോ. എനിക്ക് എപ്പോഴും എന്തായാലും ഒരു 5 എണ്ണമെങ്കിൽ എൻ്റെ മിനിമം തെറ്റും. അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ നോക്കിയൊന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഊണിന് വേണ്ടിയിട്ട് അധികം നല്ല കറികളൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് സാമ്പാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ വെച്ചിട്ടൊരു സലാഡ് ഉണ്ടാക്കി. പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇന്ന് ഊണ് കഴിച്ചു. എനിക്ക് ഈ തക്കാളിയുടെ സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സാമ്പാർ പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ സാമ്പാർ വേഗം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ കുറച്ച് നേരം വെയിലൊക്കെ ഒന്ന് അറിയപ്പോൾ ഇറയത്തിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ രാവിലെ ഒന്നും ഇറയത്തിരുന്ന് പഠിക്കൽ നടക്കില്ല കേട്ടോ. എൻ്റെ വീഡിയോയിൽ മിക്കതും കോഴിയും കാക്കയും അതൊക്കെ ഉണ്ടാവും. ഒച്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടെ നിറച്ച് കാക്കകളെല്ലാവരും ഇവിടുന്ന് ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇന്നലെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളൊരു ടിന്നിലൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് എനിക്ക് പിറ്റേ ദിവസം കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം. അപ്പം അമ്മ കുറച്ച് മുരിച്ചിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും പിറ്റേ ദിവസത്തിന് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടിന്നിൽ കുറച്ച് ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം പുറത്തേക്കൊക്കെ നടക്കാനായിട്ട് ഇറങ്ങും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ വെയിലറിയതിന് ശേഷം ഇറങ്ങത്തുള്ളൂ.
അപ്പോൾ നീ നമ്മുടെ പുതിയൊരു പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളായി വെച്ചിട്ടോ. അപ്പോൾ ആൾ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട്. അത് കാരണം എന്തേ പൂവും മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പിന്നെ രാത്രിയായപ്പോൾ അതേ ഒരു കഞ്ഞിയും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ ഒന്ന് രാത്രി കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരുന്ന സ്പെഷ്യൽ. രാത്രി കഞ്ഞിയാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ രാത്രി കഞ്ഞി കുടിക്കാനായിരിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.